ഹായ്, കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ അക്കൗണ്ട്സ് ഓഫ് കൂൾ ലിമിറ്റഡ് ഡിസ്ക്ലോസസ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച്. മെറ്റീരിയൽ യൂസ്ഡ് 1,50,000, ഡയറക്റ്റ് വേജസ് 1,25,000, ഫാക്ടറി ഓവർഹെഡ് 25,000, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 10,000. അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. അതിനകത്ത് ഫാക്ടറി ഓവർഹെഡിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ടാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു മെഷീനറി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് എന്ത് പ്രൈസ് കോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പോൾ കമ്പനി ഷുഡ് കോട്ട് ഫോർ ദ മാനുഫാക്ചർ ഓഫ് എ മെഷീൻ. എത്ര പ്രൈസ് കോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കണത്. അതിന് ആ മെഷീനിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ 1,500, വേജസ് 500. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് ഓഫ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന് 20% പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്കത് വിൽക്കാനായിട്ട്. അപ്പോൾ അതും വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ 1,50,000, ഡയറക്റ്റ് വേജസ് 1,25,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. കോസ്റ്റ് ഷീറ്റ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 15 മാർക്കിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റായിട്ട് വരാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റായിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ദെൻ പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്സ് കോസ്റ്റ് കിട്ടും. ഫാക്ടറി ഓവർഹെഡ് ഇവിടെ 25,000 ആയിരുന്നു. അത് ആഡ് ചെയ്തപ്പോൾ 3,00,000 വർക്സ് കോസ്റ്റ് കിട്ടി. വർക്സ് കോസ്റ്റിൻ്റെ ഒപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 10,000 ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ മതി നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ റേറ്റുകളാണ് നമുക്ക് ആവശ്യം. എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ റേറ്റുകൾ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. ഫാക്ടറി ഓവർഹെഡ് റേറ്റ് എത്രയാണ്? ഫാക്ടറി ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് എപ്പോഴും വേജസുമലാണ് കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ റേറ്റ് കാണുന്നത് എങ്ങനെ? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ് 25,000 ആണ്, ഡയറക്റ്റ് വേജസ് 1,25,000 ആണ്, ഇൻറ്റു 100. അപ്പോൾ 20% ആണ് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് റേറ്റ് കിട്ടുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എപ്പോഴും വർക്സ് കോസ്റ്റുമലാണ് കണ്ടുപിടിക്കണത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്സ് കോസ്റ്റ് ഇൻറ്റു 100, 3.33% നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും കിട്ടും. അപ്പോൾ ഇനി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള നമുക്ക് തന്നിരിക്കുന്നത് മെറ്റീരിയലും വേജസും തന്നിട്ടുണ്ട്. പിന്നെ ഈ റേറ്റുകൾ വെച്ചിട്ട് വേണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് നോക്കാം. നമുക്ക് മെറ്റീരിയൽ 1,500 തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജസ് 500 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പിന്നെ നമുക്കറിയാവുന്ന ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഒന്നും അറിയില്ല, പക്ഷേ എൻ്റെ റേറ്റുകൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു പഴയ കോസ്റ്റ് ഷീറ്റ് വെച്ചിട്ട്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് എത്രയായിരുന്നു? 20% ആയിരുന്നു. ഫാക്ടറി ഓവർഹെഡ് എന്തുമലാണ് കാണുന്നത്? വേജസുമലാണ്. ഓർത്തിരിക്കുക, ഫാക്ടറി ഓവർഹെഡ് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, റേറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഫാക്ടറി ഓവർഹെഡ് കാണുന്നത് വേജസുമലാണ്. വേജസ് ഇൻറ്റു 20% ഇവിടെ 100 കിട്ടി. അപ്പോൾ അത് ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം കൂട്ടിയപ്പോൾ നമുക്ക് വർക്സ് കോസ്റ്റ് കിട്ടി. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കാണണം. അതെന്തുമലാണ് കാണുന്നത്? വർക്സ് കോസ്റ്റുമലാണ്. വർക്സ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈക്വൽ ടു 2,100 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 3.33%. അപ്പോൾ 70 കിട്ടി. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് 2,170 കിട്ടി. പിന്നെ നമ്മളോടൊരു കാര്യം പറഞ്ഞേക്കുന്നത്, സെയിൽസിൻ്റെ 20% പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസിൻ്റെ 20%ആണ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് വേറെ നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? സെല്ലിംഗ് പ്രൈസിനെ 100 എടുക്കും. സെല്ലിംഗ് പ്രൈസിനെ 100 എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 20 എന്തായിരിക്കും? പ്രോഫിറ്റാണ്. അപ്പോൾ കോസ്റ്റ് എത്രയാണ്? 80 അപ്പോൾ കോസ്റ്റ് 80. അപ്പോൾ നമ്മൾക്ക് തന്നേക്കുന്നത് കോസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് 2,170. അത് 80%ആണ്. കാരണം അതിനകത്ത് 20% പ്രോഫിറ്റും കൂടി കൂട്ടുമ്പോഴാണ് 100 സെല്ലിംഗ് പ്രൈസ് ആവുന്നത്. കാരണം വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സെല്ലിംഗ് പ്രൈസിനെ 100 അസ്യൂം ചെയ്യണേ. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്? അത് കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളത് കോസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 2,170 എന്ന് പറഞ്ഞാൽ 80%ആണ്. അപ്പോൾ അതിൻ്റെ 100% കണ്ടുപിടിക്കണം. 100% ഉള്ള സെയിൽ. അപ്പോൾ 2,170 ഇൻറ്റു 100/80 ചെയ്യുമ്പോൾ നമുക്ക് സെയിൽ കിട്ടും 2,712.5 എന്ന് പറഞ്ഞിട്ട് സെയിൽ കിട്ടും.
എന്നിട്ട് ഈ 2712.5 നിന്ന് 2170 കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് 542.5 പ്രോഫിറ്റ് 542.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൈസ് കമ്പനിക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എത്രയാണ്? 2712. അപ്പോൾ ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലത്തെ സെയിം പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ഓർ കൊട്ടേഷൻ. നമ്മളിപ്പോൾ ചോദിച്ചില്ലേ കൊട്ടേഷൻ പ്രൈസ്, അതായത് എസ്റ്റിമേറ്റ് കോസ്റ്റ് ഷീറ്റ്, അത് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ആദ്യം നമ്മൾ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന പാസ്റ്റ് ഡേറ്റ വെച്ചിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആ ഡേറ്റ വെച്ചിട്ട് ആ ഫാക്ടറി ഓവർഹെഡിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണം. ഫാക്ടറി ഓവർഹെഡിൻ്റെ റേറ്റ് എന്തുമല്ല കണ്ടുപിടിക്കണേ? ഡയറക്റ്റ് വേജുമലാണ്. അതിനുശേഷം ഓഫീസ് ഓവർഹെഡ് കണ്ടുപിടിക്കണം. ചിലതിൽ ഓഫീസ് ഓവർഹെഡ് വരെ തന്നിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ചിലതിൽ സെല്ലിംഗ് ഓവർഹെഡ് തന്നിട്ടുണ്ടാവും, അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെയാണ് മിക്ക പ്രോബ്ലത്തിലും 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പ്രോബ്ലത്തിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓഫീസ് ഓവർഹെഡ് ആയാലും സെല്ലിംഗ് ഓവർഹെഡ് ആയാലും രണ്ടും നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് വർക്ക്സ് കോസ്റ്റുമലാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് പ്രോഫിറ്റ് നമുക്ക് സെയിൽസുമലും തരും കോസ്റ്റുമലും തരും. അപ്പോൾ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാണോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊട്ടേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.